ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. 2 ദിവസമായിട്ട് വീഡിയോ ചെയ്തില്ല ഭയങ്കര എന്തോ ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് ഓഫീസിൽ പോവുക. സോ ആ ടൈമിൽ തിരക്കാനോട് പറ്റാറില്ല. എന്നാലും നമ്മുടെ എമ്പുരാന്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. എന്താ പറയുക, നമ്മള് ഈ മാർച്ച് മാസത്തിലുള്ള ഈ വർഷത്തിനുള്ള ഏറ്റവും വലിയ ഉത്സവം പോലെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. സോ ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പോകുന്ന സിനിമ. അപ്പം അതിന്റെ അപ്ഡേറ്റ് ഇപ്പൊ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. 36 ക്യാരക്ടേഴ്സ് പോസ്റ്റ് വന്നതിന് ശേഷം ഭയങ്കര ഡൗൺ ആയിട്ട് ഒരു സൈലന്റ് മോഡിലാണ് ഇപ്പം നമ്മൾ എമ്പുരാന കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ അടുത്ത ആഴ്ച ഒരു ഗംഭീര സംഭവം നമ്മളെ മുമ്പിലേക്ക് വരാൻ പോവാണ്. കാരണം ടീസർ നമ്മൾ കണ്ടാണ്, ആ സിനിമ എങ്ങനെയാണ് അതിന്റെ വലുപ്പമൊക്കെ നമ്മൾ അറിഞ്ഞാണ്. ഇനി ട്രെയിലറാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എമ്പുരാന്റെ ട്രെയിലറിന് വേണ്ടിയിട്ടാണ്. എമ്പുരാന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത്. 16+ ആണ് ഏജ്. അതിന്റെ US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ 3 മണിക്കൂറിന് അടുപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെൻസറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മാർച്ച് 22-ാം തീയതിക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മുമ്പ്, അപ്പൊ ഇതിന് മുന്നേ നമ്മൾ മുമ്പിലേക്ക് വരുന്ന ഒരു ബിഗ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എമ്പുരാന്റെ ട്രെയിലർ ആണ്. സോ ട്രെയിലർ റിലീസിംഗ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ഇപ്പം ആസ് ഓഫ് നൗ നമ്മൾ കേൾക്കുന്നതൊക്കെ മാർച്ച് 15-ാം തീയതിയാണ്. അപ്പം ട്രെയിലറിന്റെ സെൻസറിങ് കഴിഞ്ഞു. അതിന്റെ ഡ്യൂറേഷൻ എനിക്ക് തോന്നുന്നു, എനിക്ക് ആ ഡ്യൂറേഷനിലാണ് ഞാൻ കുറച്ച് എന്താ പറയാ, ഇത്ര വലിയ ട്രെയിലറൊക്കെ ഇറക്കുന്നത് എന്തിനാന്ന് ഞാൻ ചിന്തിക്കണം. അതായത് എന്തായാലും വ്യക്തമായ പ്ലാൻ പൃഥ്വിരാജിനുണ്ടോ ഒരു ട്രെയിലർ വരുമ്പോൾ. അതായത് ട്രെയിലർ ഡ്യൂറേഷൻ ഒരു 4 മിനിറ്റിനോട് അടുപ്പിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസുകളാണ്. അത് എത്രത്തോളം സത്യസന്ധമാണെന്ന് 99% സത്യമാവാറാണ് പതിവ്. സോ അത്രയും വലിയ ഡ്യൂറേഷനിൽ വരുന്ന ഒരു ട്രെയിലർ നമ്മൾ മാർച്ച് 15-ാം തീയതി വരുന്നതാണ് കേൾക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത്, നമ്മള് ഓൾറെഡി ടീസറിൽ എന്താണ് ആ സിനിമയുടെ വലിപ്പം എന്ന് മാത്രം ടീസറിൽ ഒന്ന് കാണിച്ചു. ട്രെയിലറിൽ പിന്നെ നമുക്ക് കാണാൻ പോകുന്നത് നമ്മൾ എന്താണ് തിയേറ്ററിൽ 27-ാം തീയതി പോയി കാണാൻ പോകുന്നത് ഉള്ളതിന്റെ ഗ്ലിംസുകൾ നമുക്ക് ട്രെയിലറിൽ എന്തായാലും കാണാം. പിന്നെ നമുക്കുള്ള സംശയം എന്താ വെച്ചാൽ, നമ്മൾ 36 ക്യാരക്ടേഴ്സിനെ കണ്ടു. ചെറിയ ചെറിയ സർപ്രൈസിങ് ക്യാരക്ടേഴ്സ് നമ്മളതിൽ കണ്ടു ഓൾറെഡി. വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നാലും നമുക്ക് ഇനിയും അറിയാം ഞാൻ പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് എമ്പുരാനിലുണ്ട് നമുക്ക് അറിയാം ആക്ച്വലി. സോ ഇനി ട്രെയിലർ വരുമ്പോൾ ട്രെയിലറിൽ അവരെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പം. എന്നാൽ എനിക്ക് തോന്നുന്നത് മേ ബി ട്രെയിലറിൽ മേ ബി നമ്മൾ ഒന്നോ രണ്ടോ പുതിയ ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണാൻ പോകുമായിരിക്കും. എന്നാൽ ട്രെയിലറിലും ഒളിപ്പിച്ചു വെക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും സിനിമ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം. കാരണം പൃഥ്വിരാജ് ആയതുകൊണ്ട് തന്നെ, ഈ സിനിമയുടെ ഒരു രീതിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ടീസർ നമ്മളിപ്പം ഇത്ര നാൾ അറിഞ്ഞ ആൾക്കാർ എല്ലാത്ത 1-2 പേരെ നമ്മൾ മേ ബി ട്രെയിലറിൽ കാണാണ്ടായിരിക്കും. എന്നാൽ ട്രെയിലറിൽ പോലും നമ്മൾ മേ ബി ഒരു ക്യാരക്ടർ, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ ഡ്രാഗൺ ഷർട്ട് ധരിച്ചിട്ടുള്ള ആളാണ് എനിക്ക് തോന്നുന്നു ഇമ്രാൻ ഖുറേഷിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇമ്രാൻ ഖുറേഷി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാലേട്ടന്റെ ക്യാരക്ടർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വരാൻ പോകുന്ന ക്യാരക്ടർ ഈ തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാണ്. സോ അങ്ങേരെ ഈ ട്രെയിലറിൽ കാണാൻ പറ്റുമോന്ന് എനിക്ക് സത്യത്തില് ഉറപ്പില്ല. കാരണം അത് മേ ബി നമ്മൾ തിയേറ്ററിൽ നിന്ന് വിറ്റ്നസ് ചെയ്യും. കാരണം അത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത്രയും വലിയ ഇന്റർനാഷണൽ സ്റ്റാർ ആണ് ആളെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും കുറച്ചും കൂടി അതിന്റെ ഒരു പഞ്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഈ ട്രെയിലർ 4 മിനിറ്റോട് അടുപ്പിച്ചുണ്ടെന്ന് കേൾക്കുന്നതാണ് ചെറിയൊരു ഞെട്ടൽ. കാരണം ഇത്രത്തോളം ട്രെയിലറിൽ നമുക്ക് എന്താണ് കാണിക്കാൻ പോകുന്നത്. മേ ബി ഒരുപാട് കുറച്ച് കോംപ്ലിക്കേറ്റ്. ഈ ലൂസിഫർ എന്ന് പറഞ്ഞ മൂവി തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ച്. അപ്പൊ എമ്പുരാനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ആ വേൾഡ് വലുതായിട്ട് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ കൂടി നമ്മളത് മനസ്സിലാക്കി വരാനുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. മേ ബി അതിന്റെ ഒരു ഗ്ലിംസ് പോലെ ട്രെയിലറിൽ കാണിച്ചു തരാനായിരിക്കും പൃഥ്വിരാജ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ആ സിനിമയുടെ വലുപ്പം ഓൾറെഡി മനസ്സിലായി. ഇനി ഏതൊക്കെ കഥാ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ സിനിമ പോകുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു ഹിന്റ് പോലെ നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ മാർച്ച് 22-ാം തീയതി പോയിട്ട് തിയേറ്ററിൽ ആ ഒരു മഹാസംഭവം വിറ്റ്നസ് ചെയ്യും. സോ എന്താണ് നിങ്ങളെ പ്രതീക്ഷ? ട്രെയിലറിനുള്ള പ്രതീക്ഷ എന്താണ്? മാർച്ച് 15-ാം തീയതിയാണ് വരുന്നതാണ് ഇപ്പം കിട്ടുന്ന ന്യൂസ്. അത് കഴിഞ്ഞ് സിനിമയ്ക്കുള്ള പ്രതീക്ഷ എന്താണ്? നാട്ടില് എന്താണ്? കാരണം ഞാൻ എപ്പോഴും ലാലേട്ടന്റെ സിനിമ അതിൽ ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു സങ്കടം എന്താ വെച്ചാൽ, നാട്ടിലെ തിയേറ്ററിൽ പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാവരുടെയും കൂടെ പോയി കണ്ടിട്ട് ഒരുപാട് വർഷം, ലൂസിഫർ ആണെങ്കിലും കായംകുളം കൊച്ചുണ്ണി ആണെങ്കിലും ഒക്കെ ഇവിടെ UAE-ലുള്ള തിയേറ്ററിലാണ് കണ്ടത്. നമ്മുടെ നാട്ടിലത്തെ ഓളത്തിന്റെ ഒരു 10% ഉണ്ടാവുമായിരിക്കും. ലാലേട്ടൻ സിനിമയാകുമ്പോൾ ഒരു 10% ഉണ്ടാവും. അപ്പോ ആ ഒരു സങ്കടം ഉണ്ട്. കാരണം ഇപ്പം എബ്രാനും ഞാൻ കാണാൻ പോകുന്നത് ഇവിടെയുള്ള ഒരു തിയേറ്റർ തന്നെയാണ്. സോ അതൊരു ഭയങ്കര മിസ്സിംഗ് ആണ്. ലാലേട്ടൻ സിനിമ നാട്ടിലെ തിയേറ്ററിൽ ഫ്രണ്ട്സിന്റെ കൂടെ കാണുന്നതാണ് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ടുള്ളത്. എന്നാൽ പോലും നമ്മൾ ആ സിനിമ കണ്ട് എൻജോയ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് തിയേറ്ററിലാണ് കാണാൻ പോകുന്നത്? എന്താണ് നിങ്ങളെ ആ ഒരു ഡേക്ക് മാർച്ച് 22-ാം തീയതി പറഞ്ഞ ദിവസത്തിലേക്ക് നിങ്ങളെ പ്ലാനുകൾ എന്തൊക്കെയാണെന്നെങ്കിൽ പറ്റുകയാണെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പം അടുത്ത അപ്ഡേറ്റ് മേ ബി ട്രെയിലർ ആയിട്ടോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. സോ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.